കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വയനാട് എത്തിയതിനു ശേഷം നമ്മൾ നല്ലൊരു വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ചു. പിന്നെ കുറച്ച് ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് മാനന്തവാടി പുൽപ്പള്ളി വനത്തിലൂടെയൊക്കെ പോകും നമ്മൾ ആ ദിവസം അവസാനിപ്പിക്കുകയാണ്. സോ ഇന്ന് ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് വയനാട്ടിൽ. നേരെ കർണാടകയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിറ്റേന്ന് ഞാൻ രാവിലെ തന്നെ അവിടുന്ന് ചായ കുടിച്ചതിന് ശേഷം ഞാൻ യാത്ര തുടങ്ങി. ആദ്യം തന്നെ കുറച്ച് മാനുകളാണ് എന്നെ സ്വാഗതം ചെയ്തത്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു വറ്റിയ കുളത്തിൻ്റെ അവിടെ ഒരു ഒറ്റയാനെ കണ്ടു. പിന്നീട് മുന്നോട്ട് പോയി ഞാൻ ഈ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. കുറച്ച് നേരം ഇദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം ഒരു സെൽഫിയൊക്കെ എടുത്തു. പോകാൻ നേരത്ത് ഒരു 10 രൂപയൊക്കെ മേടിച്ചിട്ടാണ് പോയത് സെൽഫി എടുത്തതിൻ്റെ വക. പിന്നെ ഗുണ്ടൽപേട്ട് എത്തി. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് വീണ്ടും അവിടുത്തെ ആ ഒരു പൂന്തോട്ടങ്ങളും മറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മൾ സൺഫ്ലവർ അതുപോലെ പൂക്കളൊക്കെ ആയിരുന്നു അവിടെ കുറേ കണ്ടിരുന്നത്. അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന വഴിക്ക് തന്നെ പോയി. അതായത് മാനന്തവാടി വഴി ഈ കാണുന്ന ഒഴിഞ്ഞു കിടക്കണ ഈ ഒരു ടോൾ ഗേറ്റ് വഴിയാണ് ഞാൻ പോകുന്നതും വരുന്നതും. അങ്ങനെ തിരിച്ച് പോരുന്ന വഴിക്കാണ് ഞാൻ വീണ്ടും ഒരു ആനനെ കണ്ടത്. പ്രാവശ്യം വളരെ അടുത്ത എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അങ്ങനെ ഞാൻ കബനി നദിയിലെ തീരത്തെത്തി. അവിടെ നിന്ന് ഞാൻ ബൈക്ക് തോണിയിൽ കയറ്റി ഞാനും അദ്ദേഹം കൂടി നാഗർഹോലെ ഫോറസ്റ്റ് ആ ഒരു ഡിവിഷൻ ആ ഒരു ഈ റേഞ്ചിലോട്ട് എത്തി. അവിടുന്ന് വീണ്ടും യാത്ര മുന്നോട്ട് നീങ്ങി. പ്രാവശ്യം പോകുന്നത് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ്. അവിടെ നിന്നും കൂർഗിലേക്കാണ് പോകുന്നത്. അന്നേ ദിവസം തന്നെ തിരിച്ചു വരാനുള്ളതാണ്. പോകുന്ന വഴിക്ക് അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഫോട്ടോസ് എടുക്കുക എന്ന് ശരിക്കും പറഞ്ഞാൽ വൻ കോമഡിയൊക്കെ ആയിരുന്നു. വളരെ കുറച്ച് ഫുട്ടേജസ് മാത്രമേ യാത്ര ചെയ്തതിൻ്റെ കയ്യിലുള്ളൂ. പിന്നെ അന്ന് തന്നെ ഞാൻ തിരികെ കേരളത്തിലേക്ക് വന്നു. വളരെ അടുത്തായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റി. പിന്നെ അവിടുന്ന് ഞാൻ പുൽപ്പള്ളി ഫോറസ്റ്റ് വഴിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ആ പോകുന്ന വഴിക്കും വീണ്ടും നമ്മളെ കൊമ്പനെ കണ്ടു. അത്യാവശ്യം നാട്ടുകാർക്ക് അറിയുന്ന ഒരു ആനയാണിത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ആനയെ നാട്ടുകാർ വിളിച്ചിരുന്നത് മണിയൻ എന്നിട്ടാണ്, ഓർക്കുന്നില്ല. ഇപ്പോൾ ചെരിഞ്ഞു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. വളരെ ഫ്രണ്ട്ലി ഒരു ആനയാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ തിരിച്ച് കണ്ണൂർക്ക് വിട്ടു. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പോകുന്ന വഴിക്ക് തട്ടുകടയിൽ നിന്നാണ്, ചെറിയ റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറയാം. ഇവിടെ നിന്നാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയ ഒരു ചേട്ടനായിരുന്നു. ഞാൻ തിരിച്ച് കണ്ണൂർക്ക് പോകുന്നത് ബോയ്സ് ടൗൺ വഴിയാണ്. അത്യാവശ്യം നല്ല മഴയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വഴിയിലുണ്ടായ ചായക്കടയിൽ കയറി വീണ്ടും നല്ല കല്ലുമ്മക്കായെല്ലാം കഴിച്ചിട്ടാണ് യാത്ര മുന്നോട്ട് നീങ്ങുന്നത്. ഈ കാണുന്ന കണ്ണൂരിലെ ഒരു ചുരമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൻ്റെ പേര് പാൽച്ചുരം എന്നാണ്. കൊട്ടിയൂർ വനമേഖല അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന ഏരിയാസൊക്കെ. അതിനിടെ ഞാൻ ഈ ഒരു KSRTC ബസ്സിൻ്റെ ഒരു ഫുട്ടേജ് പിടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ KSRTC ബസ് ഇതുപോലൊരു നേച്ചറിൽ കാണുമ്പം പ്രത്യേക ഭംഗി തന്നെയാണ്. 5 ഹെയർപിന്നാണ് ഇതിനുള്ളത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ കണ്ണൂരെത്തി. നേരെ പോകുന്നത് പെരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുള്ള അടുത്ത് തന്നെ ഉള്ളൊരു വെള്ളച്ചാട്ടമാണ്. അവിടെയാണ് ഞാൻ പോയത്. നല്ലൊരു കുളിയെല്ലാം പാസ്സാക്കി. അവിടെ നിന്നും നമുക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ കിട്ടി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു യാത്രാ സീരീസ്, അതായത് എൻ്റെ ബൈക്ക് എടുത്തിട്ടുള്ള ആദ്യത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയൊരു യാത്ര വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരും. അത് റാണിപുരം ഒരു ട്രക്കിംഗ് ഒക്കെ ആയിട്ടുള്ളത് യാത്രികൻ ഗ്രൂപ്പിനൊപ്പം ചെയ്ത ഒരു യാത്രയാണത്. അപ്പോൾ അതുവരെ